കുറച്ചു ദിവസമായിട്ട് ഞാൻ വിചാരിക്കുക കുറച്ച് കൊള്ളി പുഴുങ്ങിയതും ചമ്മന്തിയും കഴിക്കണം. അപ്പോഴാ പ്രശാന്തേട്ടൻ പറയണേ, ഇന്നലത്തെ കാറ്റിൽ നമ്മുടെ കൊള്ളി മറിഞ്ഞു വീണുണ്ട് കേട്ടോന്ന്. ആ കൊള്ളിയുടെ കഥ പറഞ്ഞാൽ ഭയങ്കര രസാ. ഞങ്ങള് തക്കാളി തൈ നട്ടതാ. അതിന് കുത്തു കൊടുക്കാൻ വേണ്ടിട്ടാണ് കൊള്ളിത്തണ്ട് നട്ടത്. തക്കാളിയൊക്കെ ചീഞ്ഞു പോവും ചെയ്തു, കൊള്ളിത്തണ്ട് പന പോലെ വലുതാവും ചെയ്തു. അങ്ങനെ ഉണ്ടായ കൊള്ളിയാണ് കേട്ടോ ഇത്. കിഴക്കേ വളപ്പില് കുറെ കൊള്ളിത്തണ്ട് കൊണ്ട് അമ്മ കുത്തി, അതും നല്ലോണം മണ്ണ് വാരെടുത്ത് സാധാരണ കൊള്ളി കൃഷി എങ്ങനെ ചെയ്യാ അതുപോലെ. പക്ഷെ ആ കൊള്ളി പറിച്ചപ്പോഴൊന്നും കാര്യമായിട്ടൊന്നും തടഞ്ഞില്ല. പക്ഷെ അമ്മ കൊള്ളി നട്ട് കഴിഞ്ഞ് ബാലൻസ് ഉണ്ടായ കമ്പുകൾ വെറുതെ വീടിന്റെ സൈഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അന്ന് കൊണന്ന് അവിടെ ഇവിടെ ഒക്കെ ചറപറ വെറുതെ കഷ്ണങ്ങളാക്കി കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും കുറച്ച് കൊമ്പ് ബാലൻസ് വന്നു. അന്ന് ഏട്ടനും അമ്മയും പറഞ്ഞു കേട്ടോ, ഇങ്ങനെ വെറുതെ അവിടെ ഇവിടെയൊക്കെ കുത്തി വെച്ച കൊള്ളിയൊന്നും പിടിക്കില്ല. കൊള്ളി നടുമ്പോ മണ്ണിളക്കി വാരെടുത്ത് നടണം, എന്നാലേ കൊള്ളി നന്നായിട്ട് ഉണ്ടാവുള്ളൂ എന്നൊക്കെ കേട്ടാ. അപ്പൊ ഞാൻ ഏട്ടനോട് പറഞ്ഞു, ഈ ഹരിത നടന്തേ കൈ കൊണ്ടല്ല മനസ്സുകൊണ്ടാ. ഞാൻ കൊടുക്കുന്ന സ്നേഹത്തിലുണ്ടല്ലോ കൊള്ളിക്ക് അടിപൊളിയായിട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു. ആ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കൊള്ളിക്കിഴങ്ങ് ഉണ്ടായി കിട്ടി. പെരപണിക്ക് മുമ്പേ ആ കൊള്ളിത്തണ്ടൊക്കെ നമ്മൾ പറിച്ചു, എല്ലാവർക്കും കൊടുത്തു, കഴിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അന്നും കൊള്ളി പറിക്കുമ്പോ ആ കൊമ്പ് കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് വെറുതെ അവിടെ ഇവിടെയും കുത്തി വെക്കാറുണ്ട്. ആ കൊമ്പുകളിൽ നിന്നാണ് കേട്ടോ ഞാൻ തക്കാളിക്ക് കുത്തു കൊടുത്തത്. തക്കാളിക്ക് കുത്തു കൊടുത്ത തണ്ടിനൊരു തരി വണ്ണം പോലും ഉണ്ടായില്ല, കിളുന്ത് തണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല കേട്ടോ കുത്തിയത്. മറ്റേത് ഞാൻ കുറെ വീരവാദമൊക്കെ ഇളക്കിയെങ്കിലും സാധനം കിട്ടി, സമാധാനായി. പക്ഷെ ഇതിലൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല കേട്ടോ. മറിച്ച് തക്കാളിയും ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു, തക്കാളി ഒട്ട് കിട്ടിയില്ല. എന്തായാലും അത് പ്രതീക്ഷിച്ചിരുന്ന ഞങ്ങൾക്ക് കൊള്ളിയെങ്കിലും കിട്ടിയല്ലോ. ഈ കൊള്ളി കൊള്ളി എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവല്ലോ. കപ്പയാണ് കേട്ടോ ഞങ്ങൾ കൊള്ളി എന്ന് പറയുന്നത്. നമ്മുടെ തൃശ്ശൂർക്കാർക്ക് കപ്പ എന്നുള്ള വേർഡിനേക്കാളും കൂടുതൽ കൊള്ളിക്കിഴങ്ങ് കൊള്ളി എന്നൊക്കെയാണ് പറയാ കേട്ടോ. അതുപോലെ നമ്മൾ പപ്പായേനെ കപ്പക്കായ എന്നാ പറയാ. രാവിലത്തെ ഉച്ചക്കത്തെയും പരിപാടികളെല്ലാം കഴിഞ്ഞ് നട്ടപ്പറ വെയിലത്താണ് കേട്ടോ ഞാൻ ഈ കൊള്ളിയൊക്കെ പറിക്കാൻ പോയത്. എനിക്ക് അപ്പ തോന്നുന്ന കാര്യം അപ്പ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെയാ. നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും കൊള്ളിക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കൊള്ളിക്കിഴങ്ങ് എന്തോരം കഴിച്ചാലും മട്ടാത്ത ഒരാൾ എന്റെ അമ്മയാണ് കേട്ടോ. 3 നേരം ഉണ്ടെങ്കിൽ 3 നേരവും കൊള്ളിക്കിഴങ്ങ് കഴിച്ചോളൂ എന്റെ അമ്മ. അതുകൊണ്ട് കുറച്ച് അമ്മയ്ക്ക് മാറ്റി വെച്ച് ബാക്കി ഞങ്ങൾ 4 പേരും കൂടി ഉള്ളിച്ചമ്മന്തി കൂട്ടി തട്ടിയിട്ടാ.